താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ. ഇന്നലത്തെ തുടർച്ച. ഇന്നലെ നാം അനുഗ്രഹീതമായി കേട്ടു സർപ്പദോഷം, നാഗശക്തി, അതിനെ തകർക്കുന്ന അഭിഷേകം. അപ്പോൾ ഇന്ന് അതേ തുടർന്ന് നാം അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നത് എങ്ങനെയാണ് ഈ സർപ്പദോഷത്തെയും സർപ്പശക്തിയും അത് മുഖാന്തരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ കഷ്ടങ്ങളെയും അസാധാരണമായ തകർച്ചകളെയും തകർത്ത് കളയുവാനുള്ള അഭിഷേകം ഒരു സാധാരണക്കാരന്, ഒരു സാധാരണ വിശ്വാസിക്ക്, ഒരു സാധാരണ ശുശ്രൂഷകന് നേടിയെടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പലരും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു ധാരണ, ഇതൊക്കെ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടല്ലോ, പേരും പെരുമയും പ്രശസ്തിയും ഒക്കെയുള്ള, നമ്മൾ അസൂയോടെ നോക്കുന്ന അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് മാത്രമായി റിസർവ് ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ധാരണ ഉണ്ടായിരുന്നതുപോലെ എനിക്കും മുമ്പ് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് തെറ്റുമാണ്, ഒരു പരിധിവരെ ശരിയുമാണ്. അതൊന്ന് ശരിയാണെന്നോ പറഞ്ഞുതരാം. തെറ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർക്കുവാനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി ശരി, ഈ അധികാരം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും പലരും, അല്ലെങ്കിൽ പലർക്കും അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പലർക്കും നമ്മളീ പറയുന്ന പ്രഗത്ഭരെന്നും പ്രശസ്തരെന്നും ചിന്തിക്കുന്ന അനേകർക്ക് ഇന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ആമേൻ. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഫലം എന്താ? ആരുടെയെങ്കിലും അസൂയയുടെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പണി കണ്ണുനീരായി, നിരാശയായി, വേദനയായി അനുഭവിക്കേണ്ടി വരുന്നു. പലരോടും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരുടെയും സംശയം ഇതാണ്: ദൈവദാസനെ, എന്നെ കാണാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പലരും പറയുന്നതാണ് കേട്ടോ, ഞാൻ അങ്ങനെ വലിയ വില്ലനൊന്നും അല്ല, ഞാൻ അങ്ങനെ ആർക്കും വലിയ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. കാഴ്ചയ്ക്കൊരു വില്ലൻ മട്ടൊക്കെ ഉണ്ട്, എൻ്റെ ശബ്ദത്തിന് അല്പം ബാസൊക്കെ ഉണ്ട്, അല്ലേ സഹോദര? അല്ലാതെ ഞാനൊരു വില്ലനല്ല, ഞാൻ ആർക്കും വലിയ ദോഷമൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, വലിയൊരു ശത്രുവും ശത്രുതയും നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ഇന്ത്യയും അപ്പുറത്തുള്ള ഒരു ചൈനയും ആയിരിക്കണം, അല്ലെങ്കിൽ അപ്പുറത്ത് പാകിസ്ഥാനും നമ്മൾ ഇന്ത്യയും ആയിരിക്കണം, അല്ലേ? അങ്ങനത്തെ ഇതൊന്നും ഇല്ല. എല്ലാവരോടും ചിരിയും കളിയും ഒക്കെ ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ എങ്ങനെയാ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത, ഈ പറഞ്ഞതുപോലെ ആരെയും വലുതായിട്ടൊന്നും വേദനിപ്പിച്ചിട്ടില്ലാത്ത എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ആരാ പൈസ മുടക്കി ഇതൊക്കെ ചെയ്യുന്നത്, ഇല്ലേ? ഇങ്ങനൊരു സംശയം ഉണ്ടാകത്തില്ലേ? എന്നാൽ ഒറ്റ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചേ. പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലം വാങ്ങി, തൊട്ടടുത്ത് വേറൊരാളും 10 സെൻറ്റ് സ്ഥലം വാങ്ങി, നിങ്ങൾ ആഗ്രഹിക്കുകയാണ് വീട് വയ്ക്കണം, പ്ലാൻ എല്ലാം റെഡിയാക്കി, നിങ്ങൾ പാല് കാച്ചൽ വരെ പ്ലാൻ ചെയ്തു. പാല് കാച്ചൽ മാത്രമല്ല, അവിടെ വെച്ച് നടക്കുന്ന മക്കളുടെ വിവാഹം വരെ പ്ലാൻ ചെയ്തു നമ്മളാണല്ലോ. അപ്പോൾ നമ്മുടെ പണി തുടങ്ങാൻ അല്പം ഡിലേ വരുന്നു. ഇപ്പോൾ ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, അതിനു മുമ്പേ തന്നെ അപ്പുറത്തെ ആൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വീടിൻ്റെ പണി തുടങ്ങുന്നു, മനോഹരമായിട്ട് വീട് വയ്ക്കുന്നു. ഉള്ളിലൊരു ചെറിയ സങ്കടം, കള്ളം പറയുന്നു, ഒരു കൊളുത്തിപ്പിടുത്തം ഉണ്ടാകണം. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. ഇത് നമുക്കുണ്ടായി തീർന്നു. നമ്മൾ കർത്താവിനോട് പരാതി പറയും, എന്നാലും കർത്താവേ, ഞാൻ ആഗ്രഹിച്ചത് നീ വേഗത്തിൽ എനിക്ക് അതിനുള്ള വഴി തുറന്നു തരണം, ഇവിടെ കൊണ്ട് തീരും. എന്നാൽ ഇതൊരല്പം വൃത്തികെട്ട മനസ്സുള്ളവരാണെങ്കിലോ, ഇവിടെ ആ പ്രശ്നം വരുന്നത് ഒരു അസൂയ, ഇത്രയേ ഉള്ളൂ. അവരായിരിക്കും ആഗ്രഹിച്ച് മക്കളെ മെഡിസിൻ കൊടുക്കണം, നിങ്ങളാവട്ടെ. അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല നിലയിൽ, അവരുടെ മക്കളാകണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല നിലയിൽ നിങ്ങളുടെ മക്കളാകുന്നു, അല്ലെങ്കിൽ ആകുവാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് വിടത്തില്ല. പിന്നെ അത് നേർച്ച കാഴ്ചകളായി. ഈ സർപ്പദോഷത്തിന് ഈ പറയുന്ന വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. കാരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഒത്തിരി പേരുടെ ജീവിതങ്ങളിലൂടെ. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലമായിട്ട് വരുവാൻ, സർപ്പദോഷം മറ്റൊരു വ്യക്തിയിലൂടെ, അല്ലെങ്കിൽ സർപ്പശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി സൃഷ്ടിക്കുവാൻ വേണ്ടി നിങ്ങൾക്കപ്പുറത്ത് പ്രബലനായ ഇന്ത്യ, പാകിസ്ഥാൻ അങ്ങനെയുള്ള ഒരു ശത്രു ആവശ്യമില്ല. അതൊരു പക്ഷേ ഇന്നലകളിൽ നിങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള, നിങ്ങളെ സഹായിച്ചിട്ടുള്ള, നിങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾക്ക് കൈത്താങ്ങിയിട്ടുള്ളവർ തന്നെ ആയിരിക്കാം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളൊരു പ്രയർ ഒരു വീട്ടിൽ ക്രമീകരിച്ചു. അപ്പോൾ അവിടുത്തെ വിഷയം ഇതാണ്. അവർക്ക് തുടക്കത്തിലൊന്നും പറഞ്ഞിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങളല്ല പറയുന്നത്, കർത്താവ് നിങ്ങൾക്കിത് കാണിച്ചു തരും. അന്ന് രാത്രി അവർ ദർശനത്തിൽ കാണുകയാണ്, അവരുടെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന്. ആ വീട്ടിനകത്ത് പാമ്പൊന്നും കയറത്തില്ല കേട്ടോ, ദർശനമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ ഡയലോഗായത്, ദൈവദാസനെ, ഞങ്ങളുടെ കഷ്ടതയുടെ സമയത്ത് കൂടെ നിന്നവരാ,
എല്ലാവരും ഞങ്ങളെ പരിഹസിച്ചപ്പോഴും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തവരാണ്. എന്നാലും ഇവർ ചെറിയൊരു അസൂയ, ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാകാത്തതിൻ്റെ ഫലമാണ് പലരും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ മെസ്സേജിൻ്റെ പോക്ക് ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നത് പോലെ ആയിരിക്കത്തില്ല. മനസ്സിലായല്ലോ? കൂടെ വരുവാൻ താല്പര്യമുള്ളവർ വരിക. കൂടെ വരുന്നവർ ചില അസൂയക്കാരുടെ, ചില കുബുദ്ധികളുടെ പദ്ധതികളിൽ നിന്ന്, അത് മുഖാന്തരമുള്ള കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, നിരാശയിൽ നിന്ന് പുറത്തു വരും. ഞങ്ങളുടെ പൊതു ശുശ്രൂഷ ആരംഭിക്കുന്ന സമയം, പുറത്തെ ചർച്ചകളിലൊക്കെ മീറ്റിങ്ങിന് പോകുന്ന സമയം, ഒരു ചർച്ചിൽ രാവിലെയും വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്. രാവിലത്തെ സെക്ഷൻ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മെസ്സേജിനിടയ്ക്ക് ദൈവാത്മാവ് 1-2 ആലോചനകളെ തന്നു. അത് പറഞ്ഞു. ഒരുപാട് പേരുള്ള ചർച്ച കേട്ട ഒരുപാട് പേർക്കും മനസ്സിലായില്ല. ഒരു സ്ത്രീക്ക് മാത്രം മനസ്സിലായി. ആ സഹോദരി മീറ്റിങ്ങിന് ശേഷം എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചു, പ്രാർത്ഥിച്ചു, ദൈവദാസനോട് പറഞ്ഞു, ഈ ദൈവദാസനെ വീട്ടിലൊന്ന് കൊണ്ടുവരണം, അവിടെ ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. അപ്പോൾ ആ ദൈവദാസനും സന്തോഷം. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ വൈകുന്നേരമാണ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അങ്ങ് പോവുക. അപ്പോൾ ആ വീട്ടിൻ്റെ കാമ്പൗണ്ടിനകത്തോട്ട് കയറിയതും ഞാൻ അറിയാതെ തന്നെ ഞാൻ ആ ദൈവദാസനോട് പറയുക, ഈ ഭവനത്തിനകത്തൊരു സർപ്പദോഷമുണ്ട്. അപ്പോൾ അന്ന് വരെ ഞാനിങ്ങനെയുള്ള ടേമുകളൊന്നും പറയുന്നതല്ല. കാരണം അന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ധാരണയാണ്, ഈ ശുശ്രൂഷകളൊന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചെയ്യുവാൻ പറ്റുന്ന ശുശ്രൂഷ അല്ല എന്നൊരു ധാരണയിൽ നിൽക്കുന്ന കാലമാണ്. അപ്പോൾ ഞാൻ അറിയാതെ തന്നെ ആ വാക്കങ്ങ് വന്നുപോയി. അപ്പോൾ ദൈവദാസൻ്റെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ദിലീപിന് ജാമ്യം കിട്ടിയപ്പോൾ ചാനൽ ജഡ്ജിമാരുടെ മുഖം വരുന്നില്ലേ, അതുപോലെയാണ് ആ ദൈവദാസൻ്റെ മുഖം വരുന്നത്. കൊണ്ടുവന്നും പോയി, വേണ്ടായിരുന്നു. ഇവനിനി ഇവിടെ വന്ന് എന്തൊക്കെ പറയാൻ പോകുന്നു. അപ്പോൾ ആ വീട്ടിനകത്ത് കയറിയിരുന്നു. ആ സഹോദരിയോട് സംസാരിച്ചു. സഹോദരി വന്നു, മക്കൾ വന്നു, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോഴും ഇത് തന്നെയാണ്. ഞാൻ അന്ന് വരെ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് മാറി അധികാരത്തോടെ സർപ്പത്തിൻ്റെ തലയെ തകർത്ത് പ്രാർത്ഥിക്കുക, ചില ബന്ധനങ്ങളെ അഴിച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ അന്ന് വരെ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞു. ആ സഹോദരി വന്നു. ആ ദേവദാസനെ അമ്മ രോഗിയായി കിടക്കുകയാണ്, മുറിക്കകത്താണ്, വന്ന് പ്രാർത്ഥിക്കണം. ഞാനും എനിക്കൊപ്പം വന്ന ദേവദാസനുമായിട്ട് ആ മുറിക്കകത്തോട്ട് കടന്നു പോയപ്പോൾ അവിടെ കട്ടില്ല അമ്മ കിടക്കുക. അമ്മയുടെ കൈയും കാലും ഈ പാമ്പിനെ അടിച്ചു കൊന്നിട്ടയ്ക്കുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞ് കിടക്കത്തില്ലേ, പാമ്പ് കൊന്നിട്ടയ്ക്കുന്ന പാമ്പ് പിരിഞ്ഞ് കിടക്കുന്ന അതുപോലെ കിടക്കുക. അതാ ആ സഹോദരിക്ക് മനസ്സിലായ. അതേക്കുറിച്ചുള്ള ദൂതാ ഞാൻ പറഞ്ഞത്. സഹോദരിക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ഈ മെസ്സേജുകൾ കേൾക്കുമ്പോഴും, ഈ അടുത്ത ദിവസങ്ങളിലെ മെസ്സേജുകൾ കേൾക്കുമ്പോഴും പലർക്കും മനസ്സിലാകത്തില്ല. മനസ്സിലാകുന്നവരുണ്ട്, അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ആമേൻ. ഇന്നും ചിലർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യുക, ദൈവം അവിടെ പ്രവർത്തിക്കും. അപ്പോൾ മനസ്സിലാകുന്നവർ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഹാളിനകത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരാളിനെ മനസ്സിലായുള്ളൂ. ഒരാളിനോട് ആ ദൈവം സംസാരിച്ചു. അപ്പോൾ ആ മാതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു വെള്ളമൊക്കെ കൊടുത്തു. ആ മുറിക്കകത്ത് നിന്ന് ഇറങ്ങി സന്തോഷത്തോടെ പോന്നു. സന്തോഷത്തിന് കാരണം അറിയാമല്ലോ. സന്തോഷത്തോടെ പോന്നു. ആലയത്തിൽ വൈകുന്നേരമുള്ള സെക്ഷൻ കഴിഞ്ഞു. വളരെ അനുഗ്രഹീതമായ മീറ്റിംഗ്. ദേവദാസന് സന്തോഷമായി. പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ആ സഹോദരിയുടെ, ആ വീട്ടിൽ പോയ സഹോദരിയുടെ ഭർത്താവ് വന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, അമ്മയുടെ ആ കാലൊക്കെ പിരിഞ്ഞിരുന്ന കാലൊക്കെ നൂന്നു, കൈയൊക്കെ നൂന്നു, ഒന്നുകൂടെ ഒന്ന് ദേവദാസൻ വന്ന് പ്രാർത്ഥിക്കണം. ഒരു മടിയില്ല. ഞാൻ പോയി. വളരെ സന്തോഷമല്ലേ അത്. ഒരു സാക്ഷ്യം പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ കേൾക്കുവാൻ കഴിയുന്നു. ഉടനെ പോയി ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രക്തത്താലും വചനത്താലും ആ ഭവനത്തെ മുദ്രയിട്ടു. ഇനി ഒരു ബന്ധനവും അതിനകത്ത് ബാധിക്കാതെ വേണം. വലിയൊരു സാക്ഷ്യം. അത് കഴിഞ്ഞ് ഭവനത്തിൽ പോയി. അതുകൊണ്ട് തീർന്നില്ല. ഭവനത്തിൽ പോയിട്ട് എൻ്റെ ഉള്ളിൽ ഒത്തിരി സംശയങ്ങളാണ്. കാരണം എനിക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു ദൈവദാസനെ അറിയാം. അപ്പോൾ ആ ദൈവദാസനുമായിട്ട് ഞാൻ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദൈവദാസൻ തൻ്റെ ശുശ്രൂഷയുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ഈ ശുശ്രൂഷകൾ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, ഇതൊരു കഠിനമായ കാര്യമാണ്. കാരണം ഇതിനുള്ള മധ്യസ്ഥത, ഇതിനെ ബന്ധിക്കുന്ന ആ ബന്ധനം, ഇതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ ശുശ്രൂഷ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി ബെനിഫിറ്റും ഉണ്ട്. ആമേൻ. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളെല്ലാം മനുഷ്യരാണല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം. ആ സഭയിൽ നിന്ന് ആ 2 നേരത്തെ ഏകദേശം 4 മണിക്കൂർ അടുപ്പിച്ചുള്ള മീറ്റിങ്ങിൽ നിന്ന് കിട്ടിയതിനേക്കാൾ നന്മ ആ ഒരു ഭവനത്തിൽ നിന്ന് അന്ന് രാത്രി തിരികെ പോകുന്നതിന് മുമ്പേ കിട്ടി. കാരണം ആ ശുശ്രൂഷയുടെ കഠിനതയാണ്. അപ്പോൾ ഇത്രയും കഠിനമായൊരു ശുശ്രൂഷ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റി?
പ്രാർത്ഥനയോടെ മുറിക്കകത്ത് വന്നിരുന്ന് ദൈവസേനയിൽ പ്രാർത്ഥിച്ച് കരയുവാനായിട്ട് തുടങ്ങി. കർത്താവേ, എങ്ങനെയാ ആ ശുശ്രൂഷ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞത്? ഇത്ര വലിയ ശ്രേഷ്ഠമായൊരു ശുശ്രൂഷ എങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞു? നീ ആ കൃപ എൻ്റെ മേൽ പകർന്നോ? എന്താണ് എനിക്ക് എങ്ങനെ കഴിഞ്ഞു? ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒരു ദർശനത്തെ കാണിച്ചു കേട്ടോ. ആ ദർശനം ഇതാണ്. ഒരു ലൈൻ കമ്പിക്ക് മുകളിലൂടെ ഒരു പാമ്പ് കടന്നു പോകുന്നു. അപ്പോൾ 2 ലൈൻ കമ്പികളെ തമ്മിൽ ഈ പാമ്പ് ബന്ധിപ്പിച്ചു. ഫലം എന്താ? ക്ലിങ് എന്നൊരു ശബ്ദം കേട്ടു. തീ കത്തി പാമ്പ് താഴെ വീണു. ഈ പാമ്പ് താഴെ വീണ ഉടനെ ഒരു കൊച്ചു ചെക്കൻ ഓടി വന്ന് ഒരു കമ്പ് കൊണ്ട് ഈ പാമ്പിനെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് നെഞ്ചൊക്കെ ഒന്ന് വിരിച്ച് ഗമയിൽ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇവന്റെ ധാരണ ഇവൻ തല്ലിക്കൊന്നൊരു പാമ്പുമായിട്ട് പോകുന്നു. അപ്പോൾ കാണുന്നവരെല്ലാം അങ്ങനെ വിചാരിക്കുന്നു എന്നുള്ള ധാരണയിൽ ഈ ചെക്കൻ നടക്കുക. അപ്പോൾ കർത്താവിനോട് പറയുക, ഇത്രയേ ഉള്ളൂ. അവൻ ആ പാമ്പ് വീണത് അവൻ്റെ മിടുക്കല്ല, അവൻ ചുമ്മാ അതുകൊണ്ട് നടക്കേ. ഇതുപോലെയാ നീ. അവിടെ പോയിട്ട് നിന്റെ മിടുക്ക് കൊണ്ടൊന്നും അവിടെ ഒന്നും സംഭവിച്ചതല്ല. ആ പാമ്പ് തീയിൽ വീണതാ. ഒപ്പം ഒരു വചനവും തന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 18-ാമത്തെ വാക്യം. എന്താ? കർത്താവ് പറയുക, സാത്താൻ മിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഉള്ളിൽ എന്താ? 10-19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ചിന്ത നല്ലതാ, പക്ഷെ സംഭവിച്ചത് വേറെയാ. ആമേൻ. പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായി, സന്തോഷമാണ്. പക്ഷെ നടന്നത് സാത്താൻ മിന്നൽ പോലെ താഴെ വീണതാ. ശിഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ, കൂടെ നടക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ മിന്നൽ പോലെ താഴെ വീഴും. സാത്താൻ്റെ ശക്തികൾ അഴിയപ്പെടും. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ നന്മകൾക്കും ഉയർച്ചകൾക്കും അനുഗ്രഹങ്ങൾക്കും വിരോധമായി വണം വിടർത്തിയാടുന്ന സർപ്പങ്ങൾ, അതേ കൂടെ ഇരിക്കുന്നവൻ, കൂടെ നടക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ അതേ തീ വീണ് അവ നിങ്ങളുടെ കാൽ കീഴിൽ നശിക്കും. അതേ സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് നിന്റെ തലയ്ക്ക് മേൽ വണം വിടർത്തിയാടുന്ന ആ സർപ്പം ഉയർച്ച സാധ്യമാകാത്ത വിധത്തിൽ, പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ നന്മകളെ ചിതറിച്ചു നിന്റെ അധ്വാന ഫലത്തെ കവർന്നു കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന, നീ അധ്വാനിക്കുന്നത് മുഖാന്തരം നീ അനുഭവിക്കേണ്ട പലതും നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. നിന്നോടുള്ള ദൂത. ആമേൻ, സ്തോത്രം. അല്ലേ, ഇത്രയും പൈസ കയ്യിൽ കിട്ടുന്നുണ്ട്, അതിന് തക്കവണ്ണമുള്ള സന്തോഷം നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നു, മക്കളുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകുന്നു, അതുകൊണ്ട് വീട് വയ്ക്കുവാൻ ഇറങ്ങി തിരിച്ചു പൂർത്തീകരണം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഇല്ലേ? നിന്നോടാ സർപ്പം പണം വിടർത്തി നിൽക്കുക. സ്തോത്രം. എൻ്റെ കഴിവിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. അപ്പൻ, സ്തോത്രം, അതിനെ തീ പിടിപ്പിച്ച് നിന്റെ കാൽ കീഴിൽ വീഴ്ത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആ സർപ്പം കാൽ കീഴിൽ തകരുക. യേശുവിൻ നാമത്തിൽ. ആമേൻ. നിന്റെ അധ്വാന ഫലവും അതുകൊണ്ടുള്ള ബെനിഫിറ്റും നീ അനുഭവിക്കുവാൻ പോകുക. അതേ സഹോദരി, പടം വിടർത്തി ആടുക. അവകാശം പറഞ്ഞുകൊണ്ടേ നിന്റെ ഭർത്താവിന്, നിനക്ക് അവകാശമുണ്ട്, അത് മനസ്സിലാക്കാം. ഭാര്യ എന്ന അവകാശം, അതിലും വലിയ അവകാശം പറഞ്ഞുകൊണ്ട് വേറെ ചിലരൊക്കെ പുറത്തു നിൽപ്പുണ്ട്. യെസ്, നിന്നോടാ. നിന്റെ ഭർത്താവിൽ നിന്ന് നീ അനുഭവിക്കേണ്ടത്, നിന്റെ മക്കൾ അനുഭവിക്കേണ്ടത്, നിന്റെ കുടുംബം അനുഭവിക്കേണ്ടത് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? ആ സ്നേഹം, ആ സംരക്ഷണം, ആ കരുതൽ ഇല്ലല്ലോ. ആ സർപ്പം തീ വീഴുക. യേശുവിൻ നാമത്തിൽ ആ സർപ്പം നിന്റെ കാൽ കീഴിൽ വീഴുക. താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവകാശം പറയുക. ഞങ്ങൾ പറഞ്ഞാലേ ഞങ്ങളുടെ മോള് കേൾക്കത്തുള്ളൂ. നിന്റെ വിഷമം, ഞാൻ ഭർത്താവല്ലേ, അവൾക്ക് വേണ്ടി ഇന്നുവരെ നിന്റെ ഏറ്റവും വിലയേറിയത് നീ കണ്ട പലതും വിട്ടത്, നിന്റെ ഒത്തിരി ശീലങ്ങൾ മാറ്റിവെച്ച്, നിന്റെ ഒത്തിരി സന്തോഷങ്ങൾ മാറ്റിവെച്ച് അവൾക്ക് വേണ്ടിയല്ലേ, അല്ലേ സഹോദര? പക്ഷെ ഇന്ന് പലരും പറയുക, ഞങ്ങൾ പറയണതേ അവൾ കേൾക്കത്തുള്ളൂ. സ്തോത്രം. പണം വിടർത്തി ആടുക. നിന്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന സർപ്പം ഇന്ന് അതിന്റെ തല തകർക്കപ്പെടുവാൻ പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കുടുംബജീവിതങ്ങളെ തകർത്ത് വെല്ലുവിളിക്കുന്ന ആ സർപ്പത്തിന്റെ തല തകർക്കപ്പെടും. യേശുവിൻ നാമത്തിൽ. ആമേൻ. ആ സർപ്പത്തിന്റെ തല തകർക്കപ്പെടുക. മാതാവേ, പിതാവേ, മക്കളെ അവകാശം പറഞ്ഞു. യെസ്, യേശുവിൻ നാമത്തിൽ. നിന്റെ കാല അധികാരം പലർക്കും അവരുടെ മേലാ. അവര് പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ, അല്ലേ? മോനോടൊരു കാര്യം പറയാൻ അടുത്ത വീട്ടിലെ ബന്ധുക്കളാ, അവരോട് പറയേണ്ട ഗതികേട്
നിന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ കേൾക്കത്തില്ല, അവർ പറഞ്ഞാൽ കേൾക്കും. അതെന്ത് കണക്കാ? അങ്ങനെ എന്തിനാ കേൾക്കുന്നേ? സ്നേഹമാണ്, അത് സ്നേഹമൊന്നുമല്ല. ആ സ്നേഹമൊന്നും വേണ്ട. അമേൻ. സ്തോത്രം. നിനക്കുള്ളതിനേക്കാളും അവരുടെ മേൽ അവകാശമുള്ളവർ പുറത്ത്. അത് നല്ലതിനല്ല, നിനക്കതറിയാം. സ്തോത്രം. ആ ബന്ധനം അഴിവാൻ പോവുകയാണ്. ആ പണം വിടർത്തിയാടുന്ന സർപ്പം തകർക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ ആ സർപ്പത്തിന്റെ തല തകർക്കപ്പെടുക. നിന്റെ ഭവനത്തിനകത്ത് നിന്നെയും നിന്റെ തലമുറകളെയും തമ്മിൽ തെറ്റിച്ചു കളയുന്ന കലക്കവും കലഹവും ഉണ്ടാക്കുന്ന ആ സർപ്പത്തിന്റെ തല തകർക്കപ്പെടുക. നസ്രനായ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിഷം ചീറ്റുന്ന ചില സർപ്പങ്ങൾ യേശുവിൻ നാമത്തിൽ. അമേൻ. ചില സർപ്പങ്ങൾ വിഷം ചീറ്റുകയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, അവരൊക്കെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാ. പക്ഷേ ഇപ്പോഴോ അവർ സർപ്പത്തെ പോലെ പെരുമാറുന്നു. അവരുടെ വാക്കുകൾ അതല്ലേ പലർക്കും അന്ന് ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് തന്നെ വേണമായിരുന്നു. ഇപ്പോൾ ഞങ്ങളോടൊന്ന് സംസാരിക്കുവാൻ സമയമില്ല. അതല്ലേ സഹോദരി, ആ ജോലി സ്ഥലത്ത് നിനക്കൊപ്പമുള്ള നിന്റെ ഇന്നലകളിലെ പ്രിയപ്പെട്ട ഇന്നത്തെ ശത്രുവിൻ്റെ സംസാരം ശരിയാ. നീ കഷ്ടതയിലായിരുന്നപ്പോൾ കൂടുതൽ സമയം അവനോട് ചിലവഴിച്ചു ആണേ. പക്ഷെ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇനി നിനക്ക് നിൻ്റെതായ സന്തോഷങ്ങളില്ലേ, അതിലേക്ക് എത്തി. ഇപ്പോഴും അങ്ങനെ അവരോടൊപ്പം സമയം ചിലവഴിക്കണം, അവരെ ആശ്രയിക്കണം, അവർ പറയുന്നത് കേൾക്കണം. അവൻ അപ്പോൾ വാക്കുകൾ മാറി. എല്ലാം ശരിയായപ്പോൾ അങ്ങ് വലിയ ആളായപ്പോൾ എന്ന്. ഇത് എത്ര ദിവസമുണ്ടെന്ന് കാണാം. ചങ്കി കുത്തുക. അത്രമാത്രം കരഞ്ഞിട്ടാ ആ കഷ്ടതയിൽ നിന്ന് പുറത്തു വന്നത്. ഇപ്പോൾ ഇവിടെ ഇട്ട് കുത്തുക. ഇത് എത്ര ദിവസം ഉണ്ടെന്ന് കാണാമെന്ന് പറഞ്ഞാൽ ആ ജോലി നഷ്ടപ്പെട്ട അതോടെ വീണ്ടും നീ എൻ്റെ അടുത്ത് വരുമല്ലോ. വീട്ടിനകത്ത് പഴയതുപോലെ പ്രശ്നമായ വീണ്ടും നീ ഞങ്ങളുടെ മധ്യത്തിൽ തന്നെ വരുമല്ലോ. ഞങ്ങൾ പറയുന്നത് തന്നെ കേൾക്കുമല്ലോ. അതിനുവേണ്ടി ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ നാമത്തിൽ ആ സർപ്പത്തിന്റെ തല നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർക്കപ്പെടുക. നിന്നെ ഒപ്പം നിർത്തുവാൻ, ആമേൻ, പലരുടെയും ഇഷ്ടത്തിനകത്ത് നിർത്തുവാൻ. ഇത്തിരി ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ കേൾക്കത്തില്ല പറഞ്ഞ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. കഷ്ടതയുടെ സമയത്ത് മറ്റുള്ളവരുടെ സഹായം തേടി അവർക്കൊപ്പം നിന്നു അവർ പറയുന്നത് കേട്ടു എന്നും അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണോ? അവരൊപ്പം നമ്മളെ ചേർത്ത് നിർത്തിയതുപോലെ നമുക്ക് അനേകരെ ചേർത്ത് നിർത്തണ്ടേ? അല്ലേ? നമ്മുടെ ചിന്ത അതാ. ഫലം എന്താ? ആമേൻ. രോഗിയായി അവരുടെ വാക്ക് കേട്ട് അവരുടെ പിന്നാലെ തന്നെ സർപ്പം വണം വിടർത്തി നിൽക്കുകയാണ്. നീ പുറത്തു വരരുത്, നീ സൗഖ്യമായി പുറത്തു വരരുത്, എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മരുന്ന് ഫലിക്കരുത് യേശുവിൻ നാമത്തിൽ. അതല്ലേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഡോക്ടർമാർ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്നും ഒരു എതിരഭിപ്രായവുമില്ല. ഇതിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടത്തില്ല, ഗ്യാരണ്ടിയാണ്. പക്ഷേ രോഗം മാറുന്നില്ല. സ്തോത്രം. അതേക്കുറിച്ചാണ് പറഞ്ഞേ. അത് നിൽക്കുന്നിടത്തോളം ഉപദ്രവമാണ്. ആ സർപ്പത്തിൻ്റെ ഫണം വിടർത്തിയാടുന്ന സർപ്പത്തിൻ്റെ കീഴിലാണ്. മരുന്ന് ഫലിക്കത്തില്ല. ഇന്ന് ആ സർപ്പത്തിൻ്റെ തലയെ തകർത്ത് ചിലർക്ക് മരുന്ന് ഫലിച്ചു തുടങ്ങി. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇതുവരെ ഒരു മെഡിസിനും നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കഴിയാത്ത റിസൾട്ട് ഉണ്ടാകുവാൻ പോവുക. സ്തോത്രം. അത് ഫിസിക്കൽ മെഡിസിൻ മാത്രമല്ല കേട്ടോ. ഈ ശാരീരികമായ അസ്വസ്ഥതകൾക്കുള്ള മെഡിസിൻ അതിന് മാത്രമല്ല, മാനസികമായ അസ്വസ്ഥതകൾക്ക്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ, ഇതിനൊക്കെയുള്ള മെഡിസിനും റിസൾട്ട് ഉണ്ടാകുവാൻ പോവുക. സ്തോത്രം. നീ സുഖമായി ഉറങ്ങുവാൻ പോവുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. പണം വിടർത്തി ആടുക. കടം, ആ ബിസിനസ് പുറത്തു വരുന്നില്ല. നിന്റെ ജീവിതത്തിൽ കടം തന്നെ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ നിനക്ക് കിട്ടിയ സാഹചര്യങ്ങളും സാധ്യതകളുമൊക്കെ മറ്റൊരാളിനാണ് കിട്ടിയിരുന്നെങ്കിൽ ചിന്തിച്ചിട്ടില്ലേ? അവരിപ്പോൾ എന്ത് നന്നായിട്ട് ജീവിച്ചേനെ. പക്ഷെ ഞാൻ മാത്രം കടത്തിൽ നിന്ന് കടത്തിലേക്ക്. എൻ്റെ വീട്ടിനകത്ത് കടം, എൻ്റെ ബിസിനസ്സിൽ കടം,
ഞാൻ എന്തു ചെയ്താലും അതിൻ്റെ അവസാനം കടത്തിൽ പോയി നിൽക്കുന്നു. പലതും നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്നലകളിൽ നിൻ്റേതായിരുന്ന പലതും നഷ്ടപ്പെട്ടു പോയി കടം മുഖാന്തരം. ഇന്നും പലതും നഷ്ടപ്പെടലിൻ്റെ വക്കിലായിരിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാ. ഒന്ന് വിറ്റ് ഇതിൽ നിന്ന് പുറത്ത് വന്നിരുന്നുവെങ്കിൽ. പുറത്തു വരാൻ പറ്റുമോ? ഇന്നലകളിൽ നീ പുറത്തു വരാനുള്ള വഴി തുറക്കാൻ വേണ്ടി വിറ്റിട്ടില്ലേ? എന്നിട്ട് നീ പുറത്തു വന്നോ? ഇല്ല. അങ്ങനെ വിറ്റ് പുറത്ത് വരത്തില്ല. കാരണം സർപ്പം പണം പിടർത്തി നിൽക്കുകയാണ്. ഓ ഷഖറാത്ത്, യേശുവിൻ നാമത്തിൽ ഇന്ന് ആ സർപ്പത്തിന്റെ തല തകർക്കപ്പെടുക. നിന്നെ കടക്കാരനാക്കി കടക്കാരിയാക്കി തീർക്കുന്ന ആ ബിസിനസിനെ തകർത്ത് കളയുന്ന സർപ്പത്തിന്റെ തല നസ്രനായ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടുക. ഓ താങ്ക് ഗോഡ്. അപ്പോ കർത്താവേ, ഇതൊക്കെ നീ എന്നിലൂടെ ചെയ്തല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഇത് കൂടെ നടക്കുന്നവൻ അവൻ്റെ ജീവിതത്തിൽ ആസ് യൂഷ്വൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ് നീ ചാടാനൊന്നും നിൽക്കണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും. എന്നിട്ട് എന്താ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തത്? ശരിയല്ലേ? പലർക്കും മനസ്സിലാകുന്ന പോലുമില്ല. അതെ, എന്തുകൊണ്ടാണ് അത്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ശിഷ്യൻ ഈ പറഞ്ഞ നമ്മുടെ പോയിന്റിലേക്ക് വരികയാണ്. എങ്ങനെ നിങ്ങൾക്കും സർപ്പത്തെയും സർപ്പശക്തിയെയും ജയിക്കുവാനുള്ള അല്ലെങ്കിൽ തകർക്കുവാനുള്ള അഭിഷേകത്തെ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഈ ശിഷ്യനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അവർ കൂടെ ഇരിക്കുവാനായി വിളിക്കപ്പെട്ടവരെന്ന. കൂടെ ഇരുന്നതിന് ശേഷം 1-2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, പോയി പ്രസംഗിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും. അത് ആർക്കുള്ളതാ? കൂടെ ഇരിക്കുന്നവർക്കുള്ളതാ. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്കൊന്ന് കൂടെ ഇരിക്കുവാൻ താല്പര്യമില്ല, പിന്നെ പ്രസംഗിക്കുവാൻ താല്പര്യമുണ്ട്. അയ്യോ, മണിക്കൂറുകളോളം എന്നോട് പറഞ്ഞാൽ ഞാനും പ്രസംഗിക്കും. സ്തോത്രം. ആദ്യമൊക്കെ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുവാൻ അവസരം കിട്ടുമ്പോൾ അവർ ലാസ്റ്റ് പിടിച്ചിരുത്തുന്നത് പോലെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറയുന്നത് കൊണ്ടല്ല, ബൈബിളിൽ നിന്നാ പറഞ്ഞാലും തീരത്തില്ല. ഈ ബൈബിൾ മുഴുവൻ പ്രസംഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം എല്ലാം ദൈവകൃപയാൽ ആശ്രയിച്ച് പ്രസംഗിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്. ഇനി ഡിബേറ്റ് നടത്തണമെങ്കിലോ മണിക്കൂറുകളോളം ഡിബേറ്റ് നടത്താൻ പറ്റും. കുറ്റം പറയാനാണെങ്കിലോ എന്തെളുപ്പമാണ്, കണ്ടിട്ടില്ലേ? ഇതൊക്കെ പറ്റും. പക്ഷെ കൂടെ ഇരിക്കാൻ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? എൻ്റെ കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ പറയുന്നു, ശിഷ്യന്മാർ ഉറങ്ങിയപ്പോഴും അവൻ ഗത്സമനയിൽ പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞതാ, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? അതാ കൂടെ ഇരിപ്പ്. കർത്താവിനൊപ്പം കൂടെ ഇരിക്കുവാൻ. വെറുതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും അവിടെ വിഷയം തീരുന്നില്ല. മണിക്കൂറുകളോളം പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ കർത്താവിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ടും വിഷയം തീരുന്നില്ല. അങ്ങനെ ചേർന്നിരിക്കുന്നവൻ ഒരിക്കലൊരു വാക്ക് പറയുക. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷത്തിൽ തൻ്റെ അവസാനത്തെ അത്ഭുതം ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഇവിടെ ലാസറിൻ്റെ കല്ലറ വാതിൽക്കലേക്ക്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അവിടെ തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നാമും ഇവനോടുകൂടെ പോകാം. എന്തിനാ? കല്ലറി കൊണ്ട് ചാവാൻ. അധികാരമെല്ലാം ഉണ്ട്. ഇതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പൻ അതിന് നമ്മെ യോഗ്യരാക്കി മാറ്റും. അപ്പൻ്റെ കൂടെ നടന്നാൽ ഇതൊക്കെ സംഭവിക്കും. പക്ഷെ കല്ലറി കൊള്ളേണ്ടി വരും. ആമേൻ. അതുകൊണ്ടാ അനേകർ ഫീൽഡ് വിട്ടു പോകുന്നേ. ആർക്കും എറി കൊള്ളുവാൻ താല്പര്യമില്ല, എറിയുവാനാണ് താല്പര്യം. നോക്കിയേ, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ യുഗത്തിലാണ്. തള്ളിപ്പറയുകയല്ല, ഞാൻ ഈ മെസ്സേജുമായി നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നതും അതേ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ അവിടെ കല്ലറി കൊള്ളുവാൻ ആരും തയ്യാറല്ല, ഒരു ചെറിയ ചുരുക്കം വിഭാഗം ഒഴിച്ച്. അപ്പോൾ ഒരുപാട് പേർ ആദ്യം കല്ലറി കൊണ്ടു. കാരണം അവരൊക്കെ കൂടെ ഇരുന്നവരായിരുന്നു. കല്ലറി കൊണ്ടു തുടങ്ങിയപ്പോൾ അതിൻ്റെ വേദന, നിന്ന അപമാനം, അയ്യോ, നിർത്തിപ്പൊരിച്ചു കളയും. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ, നമ്മുടെ 31 ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് മുമ്പുണ്ട് പലരും വിളിക്കും നമ്മുടെ മെസ്സേജുകൾ കേട്ടിട്ട്. ഇപ്പോൾ ഈ അടുത്ത് വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് നല്ലതുപോലെ വചനം പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ, മര്യാദയ്ക്ക് ആ വചനമൊക്കെ പ്രസൻറ്റ് ചെയ്ത് അങ്ങ് പോയാൽ പോരെ, എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ പറയാമോ? ഇതൊക്കെയാണോ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അതായത് ഈ പൈശാചിക ബന്ധനങ്ങളെയും അതിനെ അഴിക്കുന്ന ശുശ്രൂഷയും അതേക്കുറിച്ചാണ്. അപ്പോൾ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുകയും വേണ്ട. അപ്പോൾ നിന്നയാ. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യപ്പെടുന്നിടത്തെല്ലാം അത് ചെയ്യുന്നവർ അനുഭവിക്കുന്ന നിന്നയുണ്ട്, കല്ലറി കൊള്ളുന്നുണ്ട്. ഒരു രോഗി സൗഖ്യമായാൽ തീർന്നു. ശുശ്രൂഷകൻ ശുശ്രൂഷ ചെയ്യുന്നു, രോഗി സൗഖ്യമാകുന്നു. ഒരു 10-100 പ്ലാറ്റ്ഫോമുകളിൽ പല പല പേരുകളിൽ വിശ്വാസികളിൽ തന്നെ ഒരു വിഭാഗം കല്ലെറിയും. അത്ഭുതം ഇല്ലേ? അവിശ്വാസികളിൽ ഒരു വിഭാഗം കല്ലെറിയും,
ഇനി വിശ്വാസികളിൽ പലരെയും ഇളക്കി വിടുന്ന മറ്റൊരു മതമുണ്ട്. ആ മതത്തിൻ്റെ ആൾക്കാർ തെറി പറയും. ഇപ്പോൾ പത്രക്കാരൂടെ തെറി പറയും, ചാനലുകളൊക്കെ. കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ആ അത്ഭുതം ആരിലൂടെ വെളിപ്പെട്ടുവോ അവനെ കല്ലെറിഞ്ഞു കൊല്ലും, നിന്ദിക്കും. പൊതുസമൂഹത്തിന് മധ്യത്തിൽ നഗ്നനായിത്തീരുന്ന അതേ അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് എന്താ ചെയ്യും? കല്ലെറി കൊള്ളുന്നവരിൽ നിന്ന് കല്ലെറിയുന്നവരുടെ കൂട്ടത്തിലേക്ക് മാറും. അവിടെ ആകുമ്പോൾ രാത്രി മുഴുവനും പ്രാർത്ഥിക്കണമെന്നില്ല, ഉപവസിക്കണമെന്നില്ല, 31 ഇരിക്കണമെന്നില്ല, 40 ഇരിക്കണമെന്നില്ല, 21 ഇരിക്കണമെന്നില്ല, 10 ദിവസം ഉപവസിക്കണമെന്നില്ല, ഒന്നും ചെയ്യണ്ട. കുറച്ച് നോട്ടൊക്കെ റെഡിയാക്കി ആരുടെയെങ്കിലും മെസ്സേജുകൾ കേട്ടിട്ട് അതിലുള്ള കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് കല്ലെറിയാനും കുറ്റം പറയാനുമായിട്ട് അങ്ങ് ഇരുന്നാൽ മതി. അതിനാ ആള് കൂടുതൽ, അല്ലേ? അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ? കല്ലെറി കൊള്ളാൻ നമുക്കും പോകാം, ഇവനോടുകൂടെ പോകാം. തോമസ് പറയുക കല്ലെറി കിട്ടുമെന്നറിയാം. പക്ഷെ തോമസിനറിയാം യേശു എന്തിനാ പോകുന്നത്. യേശു അവിടെ പോവുകയാണെങ്കിൽ പോയി മരിപ്പ് വീട്ടിലെ ചായയും വടയും കഴിച്ച് പോരത്തില്ല. അവിടെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും, മിറക്കിൾ. സ്തോത്രം. അങ്ങനെ പറയണ്ട, അതല്ല വാക്ക്. സൂപ്പർ നാച്ചുറൽ, അതെ, പ്രകൃത്യാതീതമായത് കർത്താവ് അവിടെ ചെയ്യും. വിശ്വാസമുണ്ടോ? എത്ര പേർ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനീ പറഞ്ഞു വരുന്നതൊക്കെ അതേക്കുറിച്ച്, അത്ഭുതങ്ങളെക്കുറിച്ചാണ്. ദൈവത്തിലൂടെ ഭക്തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുതങ്ങൾ. ഇതൊക്കെ നടക്കുമോ എന്ന് സംശയിക്കുന്നവർ നിങ്ങളുടെ ഇന്നലത്തെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. അവിടെയൊക്കെ നടന്നത് സൂപ്പർ നാച്ചുറലാണ്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഇന്ന് എന്നെ കേൾക്കുവാനുള്ളത്. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ആ സൂപ്പർ നാച്ചുറലിൻ്റെ ഫലമാണ്. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ സ്ഥാനത്ത് അങ്ങനെ ഇല്ലേ? ഭവനത്തിനകത്തൊന്ന് അങ്ങനെ ഇല്ലേ? ഒരു ദിവസത്തെക്കുറിച്ച് പറയുവാൻ കരഞ്ഞ് നിലവിളിച്ച് കണ്ണുനീരോടെ എനിക്കുണ്ട്. കരഞ്ഞ രാത്രിയുണ്ട്. SITയുടെ മുമ്പിൽ 3 രാവും പകലും എന്ത് ചെയ്യണമെന്നറിയാതെ. സൂപ്പർ നാച്ചുറലാ. ചിലതൊക്കെ നിങ്ങളുടെ കൂട്ടത്തുള്ളത് സൂപ്പർ നാച്ചുറൽ അത്ഭുതമാ, മിറക്കിൾസാ. ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളാ. ഇന്ന് പലർക്കും അതിനെ വിശ്വസിക്കുവാൻ വയ്യ. പിന്നെ എങ്ങനെ കൂടെ പോവും? ആമേൻ. കല്ലെറി കൊള്ളുവാൻ മനസ്സില്ലാത്തവൻ എങ്ങനെ കൂടെ പോകും? അപ്പോൾ ഈ കൂടെ പോകുക, കൂടെ ഇരിക്കുക, കർത്താവ് വിളിച്ച അതിനു വേണ്ടി അതല്പം പാടാ. അതുകൊണ്ടാണ് പലർക്കും ഇത് മനസ്സിലാകാത്തതും പലർക്കും ഇത് ചെയ്യാൻ പറ്റാത്തതും. അപ്പോൾ നമുക്ക് മോശയിലേക്ക് തന്നെ വരാം. മോശയിൽ നിന്നാണല്ലോ ഇന്നലെ തുടങ്ങി. മോശ സർപ്പത്തെ തിന്നുന്ന അഭിഷേകമുള്ളവനായി മാറുക. എങ്ങനെ? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ തീ കത്തുകയാണ്. നാച്ചുറലാണ്. തീ കത്തുന്നത് നാച്ചുറൽ കാര്യമാണ്. പക്ഷേ തീ കത്തുന്നുണ്ട്, പക്ഷേ ആ ചെടി വേകുന്നില്ല, അല്ലെങ്കിൽ ആ മുൾപ്പടർപ്പ് കത്തുന്നില്ല. സൂപ്പർ നാച്ചുറൽ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ വിദഗ്ധന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? കുന്നിൻ്റെ മണ്ടയാണ്, മരുഭൂമിയാണ്, വെള്ളം കിട്ടാൻ പാടാണ്, എങ്കിലും 101 വിളിച്ചെങ്കിലും ആ തീ അണപ്പിക്കും. അങ്ങനെ ഇപ്പം കത്തണ്ട. അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറലും ഇവിടെ വേണ്ട. ഒന്നും നടന്നില്ലെങ്കിൽ ചർച്ചയെങ്കിലും നടത്തും. അത് തെറ്റാണ്, അത് പറ്റിപ്പാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. തീ കത്തിയാൽ മുൾപ്പടർപ്പ് വേഗം. സംശയം ഉണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. അത് ഞാൻ ശാസ്ത്രീയ തെളിവുകളൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. പ്രിയരെ, ഉള്ളിൽ വേദന കൊണ്ടായി പറയുന്നേ. ദൈവത്തിൽ വിശ്വസിക്കാൻ ഇന്ന് ആർക്കും താല്പര്യമില്ല. ചുമ്മാ പറയുക, ഞാൻ വിശ്വാസിയാണ്, ഞാൻ പാസ്റ്ററാണ്, ഞാൻ അച്ഛനാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ഇതാ സൂപ്പർ നാച്ചുറലാ. എന്നെയോ നിങ്ങളെയോ പോലെ നമ്മൾ ജീവിക്കുന്നതിന് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒത്തിരി തെളിവുകളുണ്ട്. അവർക്കത് സെൻസ് ചെയ്യാൻ കഴിയും. ഇതുപോലെയൊന്നും ദൈവത്തെ നമുക്ക് തെളിവുകൾ നിരത്തി കണ്ടെത്താനോ അനുഭവിക്കുവാനോ ഒന്നും കഴിയത്തില്ല. അതിനപ്പുറമാണ് ദൈവം. അവൻ എപ്പോഴാണ് നമ്മുടെ ദൃഷ്ടിയിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലെ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് ആയിട്ടാണ് മോശയുടെ അടുക്കൽ ദൈവം ഇറങ്ങി വരികയാണ്. ആ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസിൽ മോശ കയറി പിടിക്കുക. ആ തീയ അവൻ ആ തീയ അഭിഷേകം. ആ അഭിഷേകമാ ഫറവോന്റെ കൊട്ടാരത്തിൽ പോയി ആ സർപ്പത്തെ മുഴുവൻ വിഴുങ്ങിയത്. യേശുവിൻ നാമത്തിൽ ദൈവജനത്തെ അടിമയാക്കി വെച്ച ആ മുഴുവൻ സർപ്പങ്ങളെയും വിഴുങ്ങിയത്. വിഴുങ്ങിയപ്പോൾ എന്താ സംഭവിച്ചു? ജനം ആ കൂട് പൊളിച്ച് പുറത്തു വന്നേ. അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ അഴിച്ച് നിനക്കൊപ്പമുള്ളവർ പുറത്തു വരും. ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബം, നന്മകൾ അത് അല്പം പോലും നഷ്ടപ്പെട്ടു പോകാതെ അവർ കൊള്ളയിട്ടവരായി മടങ്ങിയെന്ന വചനം പറയുന്നത്.
അന്ന് വരെ കവർന്നെടുത്തതെല്ലാം കൊള്ളയിട്ട് അവർ തിരികെ വന്നു. അപ്പോൾ അതേക്കുറിച്ചാണ് 97-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നേ, തീ അവന് മുമ്പായി പുറപ്പെടുന്നു, അവൻ്റെ ചുറ്റുമുള്ള വൈരികളെ മുഴുവൻ ദഹിപ്പിക്കുന്നു. അപ്പോൾ സർപ്പത്തെ തകർക്കുന്ന അഭിഷേകമാണ്, സർപ്പദോഷത്തെ തീർക്കുന്ന അഭിഷേകമാണ്. കൂടെ ഇരിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കണം. എന്താ ദൈവം? ഞാനിങ്ങനെ പറയും, സൂപ്പർ നാച്ചുറലാണ് ദൈവം, പ്രകൃത്യാതീതനാണ് ദൈവം, അവൻ്റെ പ്രവൃത്തികളും അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ വിശ്വസിച്ച് കല്ലറി കൊള്ളാനും നിന്ന സഹിക്കുവാനും തയ്യാറാകണം. പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുമ്പോൾ, ഉപവസിക്കുമ്പോൾ, കരയുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പലതും ചെയ്യുമ്പോൾ പരിഹസിക്കുകയും കല്ലെറിയുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാകും. അവരോട് പോടാ പോയി പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് മോശ വിടുക. എവിടേക്ക്? മിസ്രൈമിലേക്ക്. എൻ്റെ ഡ്യൂട്ടി അവിടെയാ. ആ സർപ്പം ഇന്ന് തീരും. അതേ പ്രിയരെ, അഭിഷേകം, നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ പോകുന്ന അഭിഷേകം, ചിലർ കാത്തിരിപ്പുണ്ട് ആ നിന്നയും പരിഹാസത്തെയും ഒക്കെ അതിജീവിച്ച്. ചിലർക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അവർക്ക് ഇനിയുള്ള ഭാഗം കേട്ടോ, അല്പസമയമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം പാലയിൽ നിന്നൊരു സഹോദരി വിളിച്ചു. ഇത്രയേ ഉള്ളൂ, ബാക്കി പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. 3 വർഷമായി ഈശോ അവർക്ക് കാണിച്ചു കൊടുത്തു അവരുടെ ഭവനത്തിനകത്ത് നടക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ, പൈശാചികമായ വെല്ലുവിളികൾ അവർക്ക് ഈശോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ മെസ്സേജ് കേട്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, കോൺടാക്റ്റ് ചെയ്തു. ഈ ദിവസം ആ സഹോദരിയും കേൾക്കുന്നുണ്ട്, നിങ്ങളിൽ പലരും കേൾക്കുന്നുണ്ട്. യേശു മനസ്സിലാക്കി തന്ന പലരും കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഇതാണ്, എനിക്ക് ഈ സർപ്പത്തെ തകർക്കണം, ഈ സർപ്പദോഷത്തെ തകർക്കണം. അപ്പോൾ ഒന്നാമതായി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ആ കല്ലെറി കൊള്ളുവാനും തയ്യാറാകുക. റെഡിയാണെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇപ്പോൾ ആ അഭിഷേകം, നിങ്ങൾക്ക് മുമ്പായി തീ പുറപ്പെട്ടു പോകുന്ന അഭിഷേകം ചിലരുടെ മേൽ പകരപ്പെടുകയാണ്. ആ അഭിഷേകത്താൽ എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന സർപ്പം വെന്തു പോകുക യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ആ അഭിഷേകം ചിലരുടെ മേൽ പകരപ്പെടുന്ന കൃപയ്ക്ക് റിസീവ് ഇറ്റ് യേശുവിൻ നാമത്തിൽ. ആ സർപ്പം തകർക്കപ്പെടുക, ആ സർപ്പബന്ധനം തകർക്കപ്പെടുക. ആമേൻ. അധികാരത്തോടെ ചിലതിന് നോക്കി ശാസിക്കുക. ആ ശക്തി, സ്തോത്രം, ആമേൻ. ആ ശക്തി പ്രാപിച്ചവർ അധികാരത്തോടെ ചിലതിനെ ശാസിക്കുക. വേണ്ട, ചിലതിൻ്റെ നേരെ ചെല്ലുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക. ബന്ധനങ്ങൾ അഴിയുന്നില്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആ ശാപത്തെ നീക്കും, ആ ബന്ധനത്തെ തകർക്കും, ആ ശക്തിയെ ഇല്ലാതാക്കും. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാത്രമല്ല, ആ ദേശം വിട്ട് ഓടിക്ക് മാറാക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. എന്നാൽ അവരെ കണ്ണടച്ചു. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ തലതയും അനുഗ്രഹം പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം. ഈ സമയം അടിയൊരൊപ്പമായിരിക്കുന്നവർ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, ചിലർ പ്രാപിക്കുവാനായി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തി ഇവരുടെ മേൽ പകരപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ആ ശക്തിയാൽ ചിലർ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. ആ ശക്തിയാൽ രോഗികൾ സൗഖ്യമാകട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാൽ എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാത്ത രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ആശുപത്രി കിടക്കകളിൽ കെട്ടി ബന്ധിച്ചായിരിക്കുന്ന ബന്ധനങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ട്രീറ്റ്മെൻറ്റുകൾ ഫലിക്കട്ടെ. ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ സൗഖ്യമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ജോലി മേലുള്ള സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. തലമുറകൾ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന പോരുകൾ, പണം പിടർത്തിയാടുന്ന സർപ്പം തകർക്കപ്പെടട്ടെ. ആ നാഗശക്തിയാൽ ഉദരങ്ങൾ ബന്ധിക്കപ്പെട്ടവർ ഉദരങ്ങൾ തുറക്കപ്പെടട്ടെ. തലമുറകൾ ജനിക്കട്ടെ. കിടക്കയിലായി പോയവർ എഴുന്നേൽക്കട്ടെ. യെസ് ഷാഖാറാത്ത് യേശുവിൻ നാമത്തിൽ. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. അവകാശവാദങ്ങൾ അഴിയട്ടെ. ഭാര്യമേൽ, ഭർത്താവിന് മേൽ, മക്കളുടെ മേലുള്ള അവകാശവാദങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറട്ടെ. കലഹവും മാറിപ്പോകട്ടെ. തങ്ങൾക്ക് കീഴ്പ്പടിയിൽ നിർത്തുവാൻ തക്കവണ്ണം ചിലർ ചെയ്തു കൂട്ടുന്ന പൈശാചിക പോരുകൾ അഴിഞ്ഞു മാറട്ടെ. വിളിശാപങ്ങൾ വിട്ടുമാറട്ടെ. ആഭിചാരങ്ങൾ, വെടക്ക് കണ്ണുകൾ, ദൃഷ്ടിദോഷങ്ങൾ, അന്യാരാധനകൾ തകർക്കപ്പെടട്ടെ. താങ്ക് ഗോഡ്. ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. അപ്പനേ, എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. അപ്പോൾ ആ കടം മാറട്ടെ. ദാരിദ്ര്യം മാറട്ടെ. മിനിസ്ട്രികൾ അനുഗ്രഹമായി തീരട്ടെ. സ്വദേശത്തും വിദേശത്തും പല നിലകളിൽ പ്രശ്നങ്ങളിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. കൊറോണ മുഖാന്തരമുള്ള ബാധിപ്പുകൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഭവനങ്ങൾ പണിയട്ടെ, പണിത് പൂർത്തീകരിക്കട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. കച്ചവടങ്ങൾ നടക്കട്ടെ. ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും.
പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ പറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ ഇതേ സമയം ഇപ്പോൾ നാം കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശവുമായി ദൈവം അനുവദിച്ചാൽ നാം പിന്നെയും ഒരുമിച്ച് കാണും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.